അതിന് പൂജക്കുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് പൂജാമുറിയിൽ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ, പൊങ്കാലിടാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആദർശ് വന്നിട്ട് പറയാണ്, നീ പൊങ്കാലിടാൻ പാടില്ല, എന്റെ അമ്മയ്ക്ക് ഇത് ഇഷ്ടമില്ലെന്നല്ലേ പറഞ്ഞെന്ന് ചോദിക്കുമ്പോ നയന പറയണം, മുത്തശ്ശനും മുത്തശ്ശിയും എന്നോട് പറഞ്ഞു പൊങ്കാലിടാൻ, പിന്നെ ഞാൻ എന്താ ചെയ്യുക, എനിക്ക് അവരനുസരിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോഴേക്കും ആദർശ് പറയാണ്, ഞാനാണ് നിന്റെ ഭർത്താവ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞ നീ അനുസരിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നു. അപ്പോഴേക്കും മുത്തശ്ശൻ വന്നിട്ട് പറയാണ്, ഭർത്താവ് ആവശ്യമില്ലാത്ത കാര്യമാണ് പറഞ്ഞെങ്കിൽ ഭാര്യ അത് അനുസരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നയനമ്മളോട് ഞാനാ പറഞ്ഞത് പൊങ്കാല ചെയ്യാൻ വേണ്ടിട്ട്, നിന്റെ അമ്മയല്ലേ ഇത്രയും കാലം ചെയ്തത്, പിന്നെന്താ കുഴപ്പമെന്ന് ചോദിച്ചിട്ട് ആദർശിനെ പറഞ്ഞിടാണ്, ഇതിന്റെ ഈ കാര്യത്തിൽ ഇനിയൊരു ചർച്ച വേണ്ട എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പൊങ്കാലയെടുപ്പൊക്കെ നയനെ കൂട്ടാൻ കേട്ടോ. ഈ സമയത്ത് അഭിക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് ദേഷ്യം വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ജലജയാണെങ്കിലും ആ പൊങ്കാലെടുപ്പൊക്കെ അവൾ ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് ഒട്ടും സന്തോഷമില്ലാതെ അവിടെ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. ഈ സമയത്ത് ജയനാണെങ്കിൽ നല്ല രീതിയിൽ സന്തോഷമുണ്ട്, നല്ല ചിരിച്ച് കളിച്ച് സന്തോഷം ഇങ്ങനെ നിൽക്കാണ്. ദേവയാനാണെങ്കിൽ ജയന്റെ അരികിൽ തന്നെ നിൽപ്പുണ്ട് കേട്ടോ, ആകെപ്പാട് ദേഷ്യപ്പെട്ട് നിൽക്കാണ്. അതുപോലെ തന്നെ ചെറിയമ്മയും ചെറിയച്ഛനും ഒക്കെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. അനിയും ഉണ്ട് കേട്ടോ അവിടെ, അനിയും നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുന്നു. അപ്പൊ ഇവരെല്ലാരും കൂടിയിട്ട് ആ മുറ്റത്ത് തന്നെ നിൽക്കാണ്. ഈ സമയത്ത് ജലജ ചോദിക്കാണ്, ഇതുവരെ അവരെ കണ്ടില്ലല്ലോ, ഇനി എന്തിനാ അവർ കാത്തിരിക്കണോ എന്ന് ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, അതിന് സമയമൊന്നും ആയിട്ടില്ലല്ലോ, പിന്നെ ഇതിനടുത്തൊരു ടെൻഷൻ, അവര് വരട്ടെ എന്ന് പറയുന്നു. അങ്ങനെ നയന അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും മുത്തശ്ശി പറയാണ്, മോളെ അടുപ്പ് കത്തിക്കാറായില്ലെന്ന് ചോദിക്കുമ്പം അമ്മയച്ഛനൊന്ന് വന്നോട്ടെ എന്ന് പറയാണ്. ഈ സമയത്ത് ഗോവിന്ദനും കനകവും നന്ദവും കൂടിയിട്ട് അങ്ങോട്ടേക്ക് വരുന്നു. അവര് വരുന്നത് കാണുമ്പോഴേക്കും നയനയ്ക്കത് ഒത്തിരി സന്തോഷമാകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവര് ഒരു വിഷോപ്പുറം നിറയെ അവർക്കൊരു സാധനമൊക്കെ ആയിട്ടുണ്ടോ അങ്ങോട്ട് വരുന്നത്. അങ്ങനെ ആദർശം അത് നോക്കി നിൽക്കുന്നുണ്ട് അവര് വരുന്നത്. നവ്യാണെങ്കിലോ അവരെ കണ്ട ഭാവം പോലും ഇല്ലാതെ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കാൻ കേട്ടോ. നവ്യ മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. മുത്തശ്ശിയാണെങ്കിൽ വാ വാ, കൃത്യസമയത്ത് തന്നെ വന്നല്ലോ, കേറി വാ എന്ന് പറയാണ്. അങ്ങനെ അവര് അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്ന സമയത്ത്, ഞങ്ങള് കൃത്യസമയത്ത് തന്നെ വന്നല്ലോ എന്ന് ചോദിക്കുമ്പോ, പിന്നല്ലാതെ കൃത്യസമയത്ത് തന്നെ വന്നു. ഗോവിന്ദൻ പറയാണ്, മുഹൂർത്തമൊക്കെ നോക്കണമല്ലോ, അതുകൊണ്ടാ. മുത്തശ്ശൻ നമസ്കാരം എന്ന് പറഞ്ഞ് അവർ നമസ്കാരം പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾ എത്തിയതിൽ സന്തോഷം, നിങ്ങൾ വന്നിട്ട് മോൾ അടുപ്പ് കത്തിക്കാൻ നിൽക്കുകയായിരുന്നു, എന്തായാലും കൃത്യസമയം തന്നെയാണ്. എന്നിട്ട് അന്ന് അവർ പറയുന്നു, ഇനി ഐശ്വര്യമായിട്ട് മോൾ അടുപ്പ് കത്തിച്ചേ എന്ന് ജയൻ പറയുമ്പോഴേക്കും ആദർശ് മനസ്സിലോർക്കാണ്, ഈശ്വര എന്റെ അമ്മ അവിടെ ഒട്ടും സന്തോഷമില്ലാതെ സങ്കടപ്പെട്ടാണ് അവിടെ നിൽക്കുന്നത്, ആകെപ്പാടെ എന്റെ അമ്മയുടെ മുഖം കണ്ടിട്ട് എനിക്ക് തന്നെ വിഷമമാകുന്നു എന്ന് ആദർശ് മനസ്സിൽ കരുതാണ്. ഗോവിന്ദനും ബാക്കി എല്ലാവരും കൈകൂപ്പി ആ പൊങ്കാലയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കാണ്. എന്നാൽ ആദർശിന്റെ മനസ്സിൽ മാത്രം ആകെപ്പാടെ വല്ലാത്തൊരു വിഷമാണ് കേട്ടോ. ദേവിയാനിയുടെ മുഖം കണ്ടിട്ട് ആദർശിന് സഹിക്കാൻ പറ്റുന്നില്ല. ദേവ്യാണെങ്കിലോ കലിപ്പിച്ച് നിൽക്കുകയാണ് കേട്ടോ. ജലജയും അഭിയും നവ്യയും അതുപോലെ തന്നെ ദേവ്യാനിയുമാണ് ആകെ മൊത്തത്തിൽ കലിപ്പായിട്ട് നിൽക്കുന്നത്. എല്ലാരും പ്രാർത്ഥിച്ചോ നിൽക്കുമ്പോഴേക്കും നയന അടുപ്പ് കത്തിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ദേവ്യാനി അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ, അടുപ്പ് കത്തിച്ചില്ലേ, ഇനി ഞാൻ പോവാന്ന് പറയുമ്പോൾ ജയൻ പറയാണ്, അടുപ്പ് കത്തിച്ചതല്ലേ ഉള്ളൂ, പൊങ്കാല തിളച്ചിട്ട് പൂജകളൊക്കെ കഴിഞ്ഞിട്ട് നീ പോയാൽ മതി, നീ ഇവിടെ നിന്നേ എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തുകയാണ് കേട്ടോ. ഈ സമയത്ത് ആദർശ് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോ അനി പറയാണ്, എന്തിനാ ഏട്ടാ ചേച്ചിയെ കുറ്റം പറഞ്ഞത്? ആ ചേച്ചിയോട് മുത്തശ്ശിയും ചെയ്യാൻ പറയുമ്പോൾ ചേച്ചിക്ക് അത് ചെയ്യാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാണ്. ആദർശ് പറയാണ്, നീ എന്റെ അമ്മയുടെ മുഖം കണ്ടില്ലേ, എത്ര സങ്കടപ്പെട്ട എന്റെ അമ്മ നിൽക്കുന്നത്, അമ്മയുടെ മുഖം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഇവക്ക് എന്തെങ്കിലും പറഞ്ഞ് ഒഴിഞ്ഞു മാറിക്കൂടായിരുന്നു എന്ന് ചോദിക്കാൻ കേട്ടോ. നവിയും ആ പാട് ദേഷ്യപ്പെട്ട് നോക്കി നിൽക്കാണ്. അപ്പോഴേക്കും ജയൻ പറയാണ്, അല്ലേലും മോള് എന്ത് ചെയ്താലും അതിനൊരു ഫിനിഷിങ് കാണും, അത് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആള് ആദർശ് തന്നെ അല്ലേലും ചോദിക്കാണ്. നവ്യാണെങ്കിലും മനസ്സിൽ, ഞാനായി ചടങ്ങൊക്കെ ചെയ്യേണ്ടത് അവൾ കയറി ചെയ്യുന്നത് കണ്ടില്ലേ അഹങ്കാരി എന്ന് പറയാൻ കേട്ടോ. ഈ സമയത്ത് ആദർശ് മനസ്സിൽ കരുതുകയാണ്, അന്ന് ആദ്യമായി നയന ആദർശിന്റെ മുഖത്തടിച്ചില്ലേ, ആ ഒരു സീനിങ്ങിനെ ആദർശ് മനസ്സിൽ കരുതാണ്. അത് കരുതും തോറും ആദർശിന്റെ മനസ്സിലേക്ക് അവളോടുള്ള ദേഷ്യവും അതിനനുസരിച്ച് ഇരട്ടി വരുന്നു. അങ്ങനെ ആ പൊങ്കാല ഇങ്ങനെ തിളച്ചു വരാണ് കേട്ടോ. വീണ്ടും ആദർശിന്റെ മനസ്സിൽ ഓർക്കാണ്, ഈശ്വര എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്റെ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് എന്ന് ആലോചിക്കുകയാണ്. എന്നിട്ട് പൊങ്കാല തെളിച്ചിട്ട് ആ ഒരു പ്രസാദവുമായിട്ട് ചെറിയമ്മയും നയനയും കൂടി എല്ലാവരും അടുത്തേക്ക് ആശീർവാദത്തിനായിട്ട് പോകുന്നു. ആദ്യം മുത്തശ്ശിയും പിന്നെ മുത്തശ്ശനും നയനയെ പൂവിട്ട് അനുഗ്രഹിക്കുന്നുണ്ട്, പ്രസാദം അവരെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ജയന്റെയും ദേവേന്റെ അടുത്തേക്ക് നയന പൂവും കൊണ്ട് വരുമ്പോഴേക്കും ജയൻ അത് എടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ദേവ്യാനാണെങ്കിൽ മനസ്സിൽ, എന്നെ വേദനിപ്പിച്ചിട്ട് നീ അങ്ങ് എല്ലാം നേടിയെടുത്ത് കരുതിയല്ലേടി, നീ അനുഭവിക്കും എന്ന് പറഞ്ഞാണ് കേട്ടോ ആസ്വദിക്കുന്നത്. അതിനുശേഷം ചെറിയമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അവരും അവളെ അനുഗ്രഹിച്ച് പറഞ്ഞേക്കുന്നുണ്ട്. ജലജയാണെങ്കിൽ പറയാണ്, നീ നശിച്ചു പോട്ടെ എന്നും പറഞ്ഞിട്ട് തലയിലേക്ക് പോവിടുന്നു. നവ്യാണെങ്കിലോ നവ്യ മനസ്സിലോർക്കാണ്, എന്റെ സ്ഥാനം നീ തട്ടിയെടുത്തില്ലേ, അത് നീ അനുഭവിക്കടി എന്ന് പറഞ്ഞിട്ട് അവളുടെ തലയിൽ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കാണ് ചെയ്യുന്നത്. ശേഷം ഗോവിന്ദനും കനകവും ഒക്കെ വളരെ സന്തോഷത്തോടെ തന്നെ അവളുടെ തലയിലേക്ക് പൂവിട്ട് ആസ്വദിക്കുന്നുണ്ട് കേട്ടോ. നവിക്ക് ഇത് കാണുമ്പം ആകെപ്പാട് ജലസയായിട്ട് നിൽക്കാണ്. നവി നിൽക്കുന്ന സ്ഥാനത്താണല്ലോ നയന നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. അവസാനമായിട്ട് നയന ആദർശിന്റെ അടുത്തേക്ക് പോവാണ്. ഈ സമയത്ത് ആദർശ് ആ ഒരു തീ ഇങ്ങനെ
തൊട്ടതിന് ശേഷം ആ പൂവെടുക്കാണ്. പൂവെടുത്തിട്ട് നയയുടെ മുഖത്തേക്കും സൈഡിലേക്കൊക്കെ ഇങ്ങനെ വലിച്ചെറിയുന്നു. ഈ സമയത്ത് എല്ലാവരും ആകെപ്പാടെയും ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് കേട്ടോ. എന്നാൽ ദേവ്യാനെങ്കിൽ അവൻ എന്റെ മോനാ, ഞാൻ സങ്കടപ്പെട്ടുകൊണ്ടാ അവൻ അവളോട് അങ്ങനെ കാണിച്ചത്. നന്ദുവും കനകവും അതുപോലെ തന്നെ ഗോവിന്ദനുമൊക്കെ ആകെപ്പാടെ വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഈ സീൻ കാണുമ്പം ദേവ്യാനി അങ്ങനെ ആകെപ്പാടെ പുജിച്ച് നിൽക്കുകയാണ്. ജലജയാണെങ്കിലോ കളിയാക്കിക്കൊണ്ട് ഒരു പുഞ്ചിരി പോലെ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. നന്ദുവും ഗോവിന്ദനും ഒക്കെ ആകെപ്പാടെ മനസ്സ് വിഷമിച്ച് ആ ഒരു കാഴ്ച കണ്ട് സങ്കടപ്പെട്ട് അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം ജയൻ, എടാ നീ എന്ത് പണിയടാ കാണിക്കുന്നതെന്ന് ഉറക്കെ ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശൻ, വേണ്ട ജയ ഒന്നും പറയണ്ട എന്നും പറഞ്ഞിട്ട് ഒന്നും അവനോട് മിണ്ടാതെ അകത്തേക്ക് കയറി പോന്നു. ഈ കാഴ്ചകളെ കണ്ടിട്ട് ദേവ്യാനാണെങ്കിലോ ഭയങ്കര ഹാപ്പിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. എല്ലാവരും വരിവരിയായിട്ട് അകത്തേക്ക് കയറി പോവാണ്. ഈ കാഴ്ച കണ്ട് അവിടെ പൊട്ടിക്കരഞ്ഞോണ്ട് നിൽക്കുകയാണ് കേട്ടോ നയന. അപ്പോഴേക്കും ലാസ്റ്റ് ആയിട്ട് ജലജ എന്നിട്ട് ചോദിക്കാണ്, എല്ലാരും പോയി പിന്നെ എന്തിനാണെന്ന് വെറുതെ വായി നോക്കി നിൽക്കുന്നത്? നിങ്ങളെ മൂത്ത മോളെ കണ്ടില്ലേ, ഒരു വാക്ക് പോലും മിണ്ടാതെ അവളോടൊന്ന് കയറിപ്പോയത് കണ്ടില്ലേ? നാണം ഇല്ലാതെ എന്തിനോട് വന്ന് കയറിയത്, ഇനിയും പോയിക്കൂടെ എന്ന് ചോദിച്ചിട്ട് അവളും പറയാണ്, ദേ അടുത്ത മോളാണെങ്കിലോ നിങ്ങളോട് ആശ്വസിപ്പിക്കാതെ നിൽക്കുക, ഇവളെ നിങ്ങളുടെ മുമ്പിലൊക്കെ സ്നേഹത്തിൽ അഭിനയിക്കുക. ആ ആദർശനുണ്ടല്ലോ, ഇവളെന്ന് വെച്ചാൽ വെറുപ്പാ, അവനിവനെ കാണുന്ന പോലും ഇഷ്ടമില്ല, നിങ്ങളെയൊക്കെ മുമ്പില് ഇവള് വെറുതെ അഭിനയിക്കുകയാണ് എന്നും പറഞ്ഞിട്ട് ജലജ അവിടെ നിന്ന് അകത്തേക്ക് കയറി പോന്നു. നയനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഗോവിന്ദന്റെ അടുത്തേക്ക് പോകുമ്പോൾ ഗോവിന്ദൻ പറയാണ്, മോളെ ഈ വീട്ടിൽ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടെന്ന് കരുതിയിട്ടാ ഞങ്ങൾ മോളെ ഇവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞത്, അല്ലാതെ മോളെ കൊണ്ടുള്ള ഇഷ്ടമില്ലായിട്ടല്ല. ഈ സങ്കടങ്ങളൊക്കെ സഹിച്ച് മോളോട് നിൽക്കണമെന്നില്ല. എന്റെ പൊന്നു മോള് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അച്ഛനോടും അമ്മയോടും ഒക്കെ പറഞ്ഞ് വീട്ടിലേക്ക് വരണം. മോളുടെ അമ്മായിമ്മയ്ക്ക് ഇഷ്ടമില്ലാതെങ്കിൽ ഇത് ചെയ്യണ്ടായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ നയനെ പറയാണ്, അച്ഛാ ഞാൻ പല ആവർത്തി പറഞ്ഞതാ, പക്ഷെ മുത്തശ്ശനും സമ്മതിച്ചില്ല, അതുകൊണ്ട് ഞാൻ ഇത് ചെയ്തത്, അല്ലാതെ എനിക്ക് ഇഷ്ടമുണ്ടല്ല എന്ന് പറയുന്നു. ആദർശമോന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ഞങ്ങൾ ഒരിക്കൽ പോലും കരുതിയില്ല എന്ന് കനകവും ഗോവിന്ദവും പറയുന്നുണ്ട്. എന്റെ മോൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ എന്റെ മോൾ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരണം, ഈ സങ്കടങ്ങളൊക്കെ ഒതുക്കി മനസ്സിലൊതുക്കി കഴിയണ്ട എന്ന് പറയാണ്. നന്ദു പറയാണ്, ചേച്ചി എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് ആദിശ്വരൻ്റെ പൊട്ടിക്കാനാ തോന്നിയത്, പിന്നെ ഞാൻ കൺട്രോൾ ചെയ്ത് നിന്നാന്ന് പറയുമ്പോൾ കനകം പറയണ മിണ്ടാ നിൽക്കടി എന്ന് പറഞ്ഞിട്ട് കനകം പറയണ, ഞങ്ങൾ പോവാൻ മോള് ഒരുപാട് ബുദ്ധിമുട്ടാണെങ്കിൽ എന്റെ മോള് വീട്ടിലേക്ക് തന്നെ പോരെ, അമ്മയും അച്ഛനും മോക്കൊണ്ടിട്ട് കാത്തിരിപ്പുണ്ടാവും എന്നും പറഞ്ഞിട്ട് അവർ തിരിച്ച് നടന്നു പോകുന്നത് നോക്കി നയന പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവരാണെങ്കിൽ ആകെപ്പാടെ മനസ്സ് വിഷമിച്ച് ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പോവാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് കനകം തിരിഞ്ഞു നോക്കാണ്. അപ്പോഴേക്കും നന്ദു വാമയെന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ആദർശ് ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് പോയിരിക്കുന്ന സമയത്ത് നയനെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് കേട്ടോ. നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത്? ഇത്രയും നാളായിട്ട് നിങ്ങൾക്ക് എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലോ, ഇതുവരെ ഭാര്യയായിട്ട് ജീവിച്ചിട്ടില്ലല്ലോ, എന്താ നിങ്ങൾ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? ഈ വീട്ടിൽ ശരിക്കുള്ള എന്റെ റോൾ എന്താ എന്നൊക്കെ ചോദിച്ച് നയന ആകെപ്പാട് ദേഷ്യപ്പെട്ടാണ് കേട്ടോ അകത്തേക്ക് കയറി വരുന്നത്. ആദർശ് പറയണ, എനിക്ക് നിന്റെ മിണ്ടാൻ പോലും താല്പര്യമില്ല, ദയവ് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങി പോകാമെന്ന് ചോദിക്കുമ്പോൾ നയന പറയാണ്, ഇല്ല ഞാൻ അങ്ങനെ ഇറങ്ങി പോവില്ല, എന്നോട് നിങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ, ഞാൻ നല്ലതായിട്ട് ഡിസൈൻ ചെയ്യും, പക്ഷെ ഇന്നേ വരെ എന്റെ ലൈഫ് ഡിസൈൻ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഇവര് സംസാരിക്കുന്നതൊക്കെ മുത്തശ്ശനോടൊന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നയനെ പറയാണ്, ആദർശേട്ടാ നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താ? രാവിലെ തൊട്ട് വയ്യോളം ഞാൻ വീട്ടിൽ കിടന്ന് പണിയെടുക്കുന്നുണ്ട്, എന്റെ ഭാര്യയുടെയും ഒരു മരുമകളുടെയും എല്ലാ കടമകളെയും ചെയ്യുന്നുണ്ട്, അതിനുശേഷം രാത്രി ഉറങ്ങാൻ വന്നാലോ പുറമേന്ന് കാണുന്നവർക്ക് നമ്മൾ ഒരു മുറിയിൽ താമസിച്ച് ഒരു മുറിയിൽ ജീവിക്കുന്നവരാ, പക്ഷെ നമുക്കതേ അറിയുള്ളൂ നിങ്ങൾ കട്ടിലും ഞാൻ താഴെ കിടക്കുന്നതെന്ന്, അതുപോലെ തന്നെ നമുക്കിടയിൽ യാതൊരു ബന്ധവുമില്ലാന്ന് നമുക്കറിയാം, പിന്നെ ഞാൻ ഈ വീട്ടിൽ എന്തിനാ നിൽക്കുന്നേ? ഞാൻ ഈ വീട്ടിൽ പോയിക്കോളാം ആദർശേട്ടാ, എന്നെ കൊണ്ട് വിട്ടേക്കെന്ന് പറയുമ്പോൾ ആദ്യം ചോദിക്കാണ്, അതിന് നിന്നെ ഇവിടെ ആരും പിടിച്ചു നിർത്തിയോ? നിന്നെ ഒന്ന് ഇറക്കി വിട്ടതല്ലേ, അന്ന് നീ പോകാഞ്ഞതല്ലേ? അപ്പോഴേക്കും നയനെ പറയാണ്, എന്റെ അമ്മായച്ചൻ വന്നിട്ട് പോകണ്ട എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വരുമ്പോൾ ഞാൻ പിന്നെ എന്താ ചെയ്യാ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് കയറി വന്നേന്ന് നയനെ പറയുന്നു. അങ്ങനെ ഇവര് തമ്മിൽ യാതൊരു അടുപ്പില്ല എന്നുള്ള കാര്യം മുത്തശ്ശൻ മനസ്സിലാക്കിയിട്ട് മുത്തശ്ശൻ അവിടെ നിന്ന് പോകാനട്ടോ. ഈ സമയത്ത് ദേവേനി ഇവരുടെ മുറിയുടെ വാതിക്കൽ നിന്നതിന് ഒളിഞ്ഞു കേൾക്കാണ് ഇവരെന്തൊക്കെയാണ് പറഞ്ഞതെന്ന്. അപ്പോഴേക്കും നയനെ വീണ്ടും ചോദിക്കാണ്, ആദർശേട്ടാ എന്റെ റോൾ എന്താ? ഇവിടെ ആർക്കും ഒരു ഇഷ്ടമില്ല, എൻ്റെ അമ്മയച്ഛനും വന്നിട്ട് വേദനിപ്പിച്ചു വിട്ടാൽ കണ്ടില്ലെന്ന് ചോദിക്കുമ്പോൾ ആദർശ് ചോദിക്കാണ്, അവരോട് വരാൻ ആരെങ്കിലും പറഞ്ഞോന്ന്. അപ്പോഴേക്കും നയനെ ചോദിക്കാണ്, വീട്ടിലെ തലമൂത്ത ആള് അവരെ വിളിച്ചിട്ട് അവർ വന്നില്ലെങ്കിൽ പിന്നെ അതിൻ്റെ പേരിലായിരിക്കും ഇവിടുത്തെ പറച്ചിലെന്ന്. ആദർശ് പറയാണ്, എൻ്റെ അമ്മയെ വേദനിപ്പിച്ചുകൊണ്ട് എനിക്കൊന്നും വേണ്ട, നിനക്ക് മനസ്സിലായതല്ലേ എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ലാന്ന്, നിനക്ക് ഒഴിഞ്ഞു മാറിക്കൂടായിരുന്നു, എല്ലാ കാര്യങ്ങളും നീ ഓരോന്നും ചെയ്യുമ്പോഴും അത് എൻ്റെ അമ്മയെ മനഃപൂർവ്വം വേദനിപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത്, എൻ്റെ അമ്മയെ മനഃപൂർവ്വം നീ ദ്രോഹിക്കുന്ന പോലെ തോന്നുകയാണ്, അതുകൊണ്ട് എനിക്ക് ഒന്നും അറിയണ്ട, നീ പോയി തിന്നാൽ എനിക്ക് അത്രയും സമാധാനം എന്നൊക്കെ ആദർശ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് ദേവേനി കേട്ടുകൊണ്ട് നിൽക്കുന്നിടത്താണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. എല്ലാ ദിവസവും എപ്പിസോഡിൻ്റെ റിവ്യൂസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.